KPCC നേതൃമാറ്റം പ്രതിസന്ധിയിൽ അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിയില്ലെന്ന കെ സുധാകരൻ. സ്ഥാനമൊഴിയാൻ തന്നോടാരും ആവശ്യപ്പെട്ടിട്ടില്ല. നേതൃമാറ്റത്തെക്കുറിച്ച് ഹൈക്കമാൻഡ് ചർച്ച നടത്തിയിട്ടില്ല. പ്രായമല്ല, പ്രാപ്തിയാണ് നോക്കേണ്ടതെന്നും കെ സുധാകരൻ പറഞ്ഞു. അധ്യക്ഷനെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ആന്റോ ആന്റണി MP-യും പ്രതികരിച്ചു. എന്നോട് മാറാൻ ആരും പറഞ്ഞിട്ടില്ല. മാറാൻ ആരും പറയാത്തിടത്തോളം കാലം ഞാൻ മാറാതെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഹൈക്കമാൻഡ് തീരുമാനമെടുത്താൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ അത് പ്രാവർത്തികമാവും. പാർട്ടിയിൽ ആരും എന്നെ മാറ്റണമെന്ന് തീരുമാനിച്ചാൽ നടന്നാലും എന്നെ തൊടാനൊന്നും കഴിയില്ല. എന്നെ ഒന്നും ദ്രോഹിക്കാൻ കഴിയില്ല. എനിക്ക് അങ്ങനെ ശത്രുക്കൾ പാർട്ടിൻ്റെ അകത്തില്ല. എനിക്ക് അങ്ങനെ ഒരു ശത്രുക്കൾ പാർട്ടിൻ്റെ അകത്തില്ല. അതെല്ലാം പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മതേതര ജനാധിപത്യ പാർട്ടിയല്ലേ. എല്ലാവരെയും ഒരുപോലെ കാണുകയും ഒരുപോലെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എപ്പോഴും കോൺഗ്രസ് അധ്യക്ഷൻ്റെ. അതേസമയം KPCC അധ്യക്ഷനെ 2 ദിവസത്തിനകം തീരുമാനിക്കുമെന്നാണ് സൂചന. അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റോ ആന്റണി തന്നെ വന്നേക്കും. കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം. റോഷിപാൽ, തന്നെ മാറ്റാൻ നോക്കേണ്ട എന്ന സന്ദേശം ഹൈക്കമാൻഡിന് നൽകുന്ന പ്രതികരണമാണ് കെ സുധാകരനിൽ നിന്ന് വന്നത്. പക്ഷേ നേതൃമാറ്റം എന്ന നിലപാടിൽ, തീരുമാനത്തിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയല്ലേ? സുജയ പാർവതി, ഹൈക്കമാൻഡ് നേരത്തെ എടുത്ത തീരുമാനമാണ്. ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട്. റോഷിപാൽ, അതൊന്ന് ക്രമീകരിക്കൂ. തന്നെ ആരും മാറ്റാൻ പറഞ്ഞിട്ടില്ല, താൻ മാറാൻ പോകുന്നില്ല എന്ന കൃത്യമായ സന്ദേശം കെ സുധാകരൻ എന്ന KPCC പ്രസിഡന്റ് ഹൈക്കമാൻഡിനും കോൺഗ്രസ് നേതൃത്വത്തിനുമെല്ലാം നൽകുന്ന ഒരു പ്രതികരണം ഇന്ന് നടത്തിയിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നത്താൽ കെ സുധാകരനെ മാറ്റുന്നു എന്നതാണ് ഹൈക്കമാൻഡ് പറഞ്ഞത് എന്ന് വെച്ചാൽ, ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ആര് പറഞ്ഞു? പ്രായമല്ല, തന്റെ പ്രാപ്തിയാണ് നോക്കേണ്ടത്, അനാരോഗ്യമെന്ന് പ്രചരിപ്പിക്കുകയാണ് തുടങ്ങിയ വാചകങ്ങൾ മനഃപൂർവ്വം തന്നെ കെ സുധാകരൻ ഇന്ന് പറഞ്ഞതാകാനാണ് സാധ്യത. പാർട്ടിയിൽ തനിക്ക് ശത്രുക്കളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം പൊതുവായി ആരെങ്കിലും പറഞ്ഞാൽ അത് ശത്രുവാണ് എന്ന് തന്റെ പക്ഷത്ത് നിൽക്കുന്ന നേതാക്കൾക്ക് കൃത്യമായ സന്ദേശം കൊടുക്കുന്നതിനാണെന്ന് വിലയിരുത്താം. റോഷിപാൽ, തുടരാം. സുജയ പാർവതി, നേരത്തെ തന്നെ എടുത്ത തീരുമാനമാണ് ഹൈക്കമാൻഡ്. കെ സുധാകരനെ മാറ്റി സംസ്ഥാന കോൺഗ്രസിൽ ഒരു സമ്പൂർണ്ണ പുനഃസംഘടനയാണ് KPCC ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൃത്യമായി ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം എന്താണെന്ന് കെ സുധാകരനെ ധരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കെ സുധാകരൻ ആ തീരുമാനം അംഗീകരിക്കില്ല എന്ന സൂചന നൽകി. താൻ KPCC അധ്യക്ഷ പദവിയിൽ തുടരുമെന്ന കൃത്യമായ സന്ദേശമാണ്. ഒരുപക്ഷെ അത് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്നു എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. ഏതായാലും ഹൈക്കമാൻഡ് പുനഃസംഘടനയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പതിവിൽ നിന്ന് വ്യത്യസ്തമായി KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഹൈക്കമാൻഡ് നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പ്രതികരണം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഏറെക്കാലമായി KPCC ആസ്ഥാനത്ത് യോഗത്തിന് വരുമ്പോൾ പോലും ഇങ്ങനെ പ്രതികരിക്കുന്ന രീതി, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന രീതി വളരെ കുറവാണ്. ഇന്നലെ കെ സുധാകരൻ തൻ്റെ വസതിയിലും സമാനമായി തന്നെ പദവിയിൽ തുടരുമെന്ന സന്ദേശം നൽകിയിരുന്നു. ആ പ്രതികരണത്തിലും കൃത്യമായിരുന്നു. ഏതായാലും ഹൈക്കമാൻഡ് ആണെങ്കിൽ മറുഭാഗത്ത് സമ്പൂർണ്ണ പുനഃസംഘടന ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നുമുണ്ട്. ആന്റോ ആന്റണി അധ്യക്ഷനാക്കാനുള്ള നീക്കം അത് കൃത്യമായി നടപ്പിലാക്കാനുള്ള മുന്നോട്ട് പോവുകയാണ്. KPCC അധ്യക്ഷനെ മാറ്റുന്നത് ACC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ദില്ലിയിൽ എത്തുന്നതിന് തൊട്ടുപിന്നാലെ തീരുമാനം വരും. അങ്ങനെയുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും അങ്ങനെ ഹൈക്കമാൻഡ് ഒരു ഭാഗത്ത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് വഴങ്ങില്ല എന്ന സൂചന കൂടി കെ സുധാകരൻ നൽകുന്നുണ്ട്. സുജയ. റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തുടർ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വികസിക്കുന്ന വാർത്തയാണിത്.